അല്ല സാറേ, ഇപ്പൊ പോയ സിനാങ്ങളെ ബന്ധുവാണെന്ന് കേട്ടു, ഉള്ളതാണോ? അതൊക്കെ ഒരു കഥയാണ് ടീച്ചറെ. നിങ്ങൾ കഥയും പറഞ്ഞിരുന്നോളേ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവുകയാണ്. എനിക്ക് അടുത്ത ഒരു ക്ലാസ് ഇല്ല സാർ, ആ കഥയൊന്ന് പറയോ? അതിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞാ ഞാനിപ്പോ എന്താ പറയാൻ്റെ ടീച്ചറെ? നിങ്ങളല്ലേ പറഞ്ഞ വലിയ കഥയാണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാ മതി. അതെ ടീച്ചറെ, ഏകദേശം 3 വർഷം മുമ്പാണ് ഞാൻ അവന്റെ വീട്ടിലെത്തുന്നത്. ഹലോ ഹലോ, ആ ഇത്ത നാസിയാണ്. പിന്നെ ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ആണോ? ആ, അത് പറയാനാ വിളിച്ചത്. എന്നാ പോയി കണ്ടുവാ. ശരി ഇത്ത, ഓക്കെ. നേന്ത്രപ്പഴം 1 കിലോ. പഴം 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 പാവം. പഴം കവറ് പഴം ഇവനൊക്കെ പൊരേ പൂട്ടിട്ടൂടാക്ക. സിനാനെ നോക്കി കണ്ടൊക്കെ നടക്കണ്ടേ? നോക്കുമ്പോ വാഹനങ്ങളുണ്ടാവും. പോയിക്കോ പോയിട്ടോ, പോട്ടെ പോട്ടെ, വേഗം പൊയ്ക്കൂടി സിനാനെ, പൊയ്ക്കൂടി. അടിക്കൊക്കെ സിനാനെ ഇന്നച്ചേ സന്ദരി ഇന്നച്ചേ സന്ദരി സന്ദരി കുഞ്ഞാപ്പാക്ക, എവിടെയാണ് നിങ്ങള്? ആരാപ്പത്? അസ്സലാമലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. ഇജ്ജ് വന്നറിഞ്ഞ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ കാണാൻ വന്നേ. എന്താ പിന്നെ? നല്ല വർത്താനം. പിന്നെ റസ്യക്ക് കല്യാണൊക്കെ ആയോ? ഒരു കൂട്ടര് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ആണോ? എവിടുന്നാണത്? അരീകോട്ടുന്നാ. എവിടുന്ന് വന്നാലെത്താ? ഇവിടെ സുഖമില്ലാത്ത ഒരുത്തുണ്ടെന്ന് പറഞ്ഞ് മുടങ്ങല്ലേ. നിങ്ങൾ സങ്കടപ്പെടല്ലേ, എല്ലാറ്റിനും പടച്ചൊന്നൊരു വഴി കാണും. ഇത് ഞാൻ സിനാന് വേണ്ടി വാങ്ങിയതാ, ഇതോന് കൊടുക്കണം. ഒരുപാട് സ്ഥലത്ത് പോകാണ്ട്, തീരെ സമയമില്ല. എന്നാ ശരി. ശരി. ഇവിടെ ആരില്ലേ? വലൈക്കും സലാം. എന്തൊക്കെ വർത്താനോ? നല്ല വർത്താനോ. വീട് കണ്ടുപിടിച്ചാ ബുദ്ധിമുട്ടായോ? അതൊന്നുമില്ല, ഞാൻ ഈ വൈക്കൊക്കെ ഒരുപാട് കല്യാണം ഉണ്ടാക്കിയ. പിന്നെന്താ വർത്താനോ? സുഖം തന്നെ.
ആ മോളെ റസിയ, ഇവരൊക്കെ വന്നിട്ട് ചായ എടുത്തോ. അവിടെ കൊടുക്കും. ആ കുറച്ചുകൂടി. ഒന്നിങ്ങോട്ട് വരീന്ന്. ആ അതാ വരാ വരാ. ഇത് ആർക്കാ ഓരോന്നിരുന്നിട്ടാ പോരെ, ഒന്ന് പൊട്ടിച്ച് തിന്നൂടെ ഇതെല്ലാം കൂടി. ഉച്ചക്ക് ചോറിനില്ല, ചോറാണെങ്കിൽ വാങ്ങിയൊന്നും കടന്തിക്കൂട് ഇല്ലാതാക്കല്ലേ. മാണ്ടില്ലേ. ഏതാണ് ഇവൻ? ആ ചായയും വെള്ളമൊക്കെ കുടിച്ചില്ലേ? നാ കുട്ടികളെന്തെങ്കിലുമൊക്കെ മുണ്ടി സംസാരിച്ചോട്ടല്ലേ. എന്നാ ആയിക്കോട്ടെ, അതിനെന്താ. ചായ പിന്നെയും കുടിച്ചാ ജി ഓളെ പോയി കണ്ടുവരുങ്ങായി. എന്താ പേര്? റസിയ, എന്തിനാ പഠിക്കുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓ ഗുഡ്. എൻ്റെ പേര് അബ്ദുൽ നാസർ. ഞാൻ വാഴക്കാട് സ്പെഷ്യൽ സ്കൂളിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നു. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്നാ പോട്ടെ, പോലെ ഇനി അവനോട് ചോദിച്ചിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി എന്നാ. തൊള്ളി കാട്ടിക്കാതെ കടുപ്പെടുക്കുക. ചേലക്കണ്ട ജി, ശരിയാക്കി തരാം. പിന്നെ ഒന്ന് നിർത്തി, എന്റെ മൊബൈൽ ആ വീട്ടിൽ വെച്ച് മറന്നുപോയി. വല്ലാത്തൊരു കോളുണ്ടല്ലോ എന്നോടുള്ള വണ്ടി മതി. ഒന്ന് വിട് പ്ലീസ്. അതാ പറഞ്ഞ് 1000 കോയിനെ പോറ്റാ, എന്നാലോ ഒരു കോയിപ്പേനെ പോറ്റാൻ കഴിയൂലാന്ന്. ഇതിലിപ്പോ കോയി ഞാനും കോയിപ്പേൻ ഇജുമായിരിക്കും അല്ലേ? പിന്നെ ഈ കുത്തി കഞ്ചി പോണേനൊക്കെ അല്ലേ പെട്രോളിന്റെ പൈസ ഉണ്ടാവുമോ? എന്നാലും ആ ഉണ്ടാവൂല്ല. ഓരോരുത്തരെ വണ്ടിയും വരും ഇപ്പാക്കാൻ. ഈ കല്യാണം ശരിയാക്കി തന്നാൽ പെട്രോൾ അല്ല, പെട്രോൾ പമ്പ് വരെ എനിക്ക് ഞാൻ വാങ്ങിത്തരും. അപ്പോ അവൻ ഇവിടെ ഉണ്ട്. എന്താണ്? ഞാൻ വന്നപ്പോ നീ ഒളിച്ചു നിൽക്കായിരുന്നു അല്ലേ? നിന്നെ കാണാനാ ഞാൻ തിരിച്ചു വന്നത്. അറിയാ, ഇതാ ഇവിടെ നോക്ക്. എന്താ നിന്റെ വർത്താനം? അവരെന്താ കാട്ടിയോ? എന്താ പറ്റിയ നോക്കട്ടെ. ഓ, ഓരെ പിടിച്ചിട്ട് നമുക്ക് ജയിലിലാക്കാം. സാരില്ലട്ടാ, സങ്കടപ്പെടണ്ടേ. ഇനി എന്തുണ്ട് എന്നോട് പറയട്ടോ. നീ എന്റെ ഫ്രണ്ട് അല്ലേ? ഒന്ന് ചിരിക്ക്, ചിരിച്ചേ. ആ നല്ല മോന്, അങ്ങനെ തന്നെ കേട്ടാ. ഇതാരൊക്കെയാണ് വന്നത്? ഇതാരാ? പറ, പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എല്ലാരെയും. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? നിങ്ങളുടെ മകൾ റസിയെ എനിക്കിഷ്ടായി, കൂടാതെ ഇവനെയും. സത്യം പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു കുട്ടി ഇവിടെയുള്ള കാര്യം നിങ്ങൾ മറച്ചു വെക്കേണ്ടിയിരുന്നില്ല. ഇവന്റെ പെങ്ങളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ റസിയെ പെണ്ണ് കാണാൻ വന്നത്. പിന്നെ മൊബൈല്, അത് ഞാൻ മറന്നു വെച്ചതല്ല. ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇവനെ ശകാരിക്കും ശപിക്കും എനിക്കറിയാം. അതൊഴിവാക്കാനായി തിരിച്ചു വരവ്. എൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൾ റസിയ തന്നെയായിരിക്കും. പക്ഷെ കൂട്ടിനായി ഈ അളിയനും ഉണ്ടാവണം. പൊട്ടസിന് ശരി. എന്നാ പോവാ. പിന്നെ നിങ്ങളൊരു സംഭവം കേട്ടോ, ഡോക്ടർ പൈസ കിട്ടിയില്ലേലും വേണ്ടില്ല, ഇക്കല്യാണം ഞാൻ നടത്തും. ഇങ്ങനെ എത്ര മക്കള് പുറം ലോകം കാണാതെ ഇരുട്ടിന്റെ മറവിൽ കഴിയുന്നുണ്ടാകും. അതെ ടീച്ചറെ, നമുക്ക് ചെയ്യാനാവുന്ന നമ്മൾ ചെയ്യാം. നാളെ നമുക്കും ഇതേപോലുള്ളൊരു മോനോ മോളോ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ലാ 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 ലാ.
മനസ്സും ശരീരവും തളർന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾ, തീരാ ദുഃഖത്തിൻ കണ്ണീർ കയങ്ങളിൽ ജീവിതം തള്ളി നീക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ. ഇവരുടെ ജീവിതങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ജീവിതത്തിന്റെ പുതുപുലരിയിലേക്ക് കൈപിടിച്ചാനയിക്കുകയാണിവിടെ.